റൗള ശരീഫിന്റെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യമല്ലേ ഉള്ളത്? അതെ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ദുമുഹു എന്ന് പറയുന്ന നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ആ ചുമരിന്റെ മേലെ ഇല്ലേ? അവിടുത്തെ ജാറം അവിടെ ഇല്ലേ? എന്നിട്ട് അത് വിഗ്രഹമാണെന്ന് ഈ പുത്തൻവാദികൾക്ക് പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ആ രണ്ട് വൈത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതല്ലേ വായിക്കാത്തത്? അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ? ഈ എഴുത്ത് ഹിജറ 1118 എഴുതിച്ചതാ. ഇപ്പറഞ്ഞ പാട്ടുകൾ പറഞ്ഞാൽ കുറെ ഇമാമുകൾ കഴിഞ്ഞു പോയിന്ന് ഇല്ല. ഹിജറ 1118 ആ പദ്യം അവിടെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ എന്തില്ല? ഇസ്തിഗാസയില്ല. അതിൽ ഇസ്തിഗാസ ഇല്ല. അപ്പൊ നിങ്ങളെ വക അർത്ഥം വെക്കുമ്പോ എന്ന ആശയം ഉൾക്കൊള്ളുന്ന വെയ്ത്ത് അത് നിങ്ങളെ വകയാണ്. അത് അവിടെ ഒക്കെ കുഴപ്പം അർത്ഥത്തിലാ, വാചകത്തിന് കുഴപ്പമില്ല. അപ്പൊ ആ വാചകത്തിൽ ഇസ്തിഗാസ ഇല്ല. നബി അഭിസംബോധന ചെയ്യുന്നുണ്ട്, ആർക്കും തർക്കമില്ലല്ലോ. അത് നബിയെ മാത്രമാണോ? മാസം കണ്ട എന്താ ചൊല്ല? റബ്ബി വറബ്ബുക്കല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു ആകുന്നു. ആഹാ, ചന്ദ്രനെ വിളിക്ക്, എന്നാ ചന്ദ്രേട്ട കാക്കണേ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ ഖിതാബ് കാണുമ്പോ, അഭിസംബോധന കാണുമ്പോഴേക്കും ഒക്കെ ഇസ്തിഗാസായി എന്ന് വിചാരിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അഭിസംബോധനയുണ്ട്, തർക്കമില്ല. അത് നമുക്ക് ആർക്കും തർക്കമില്ല. അത് അവിടെ പോയാൽ ഞങ്ങളൊക്കെ സലാം എന്താ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാ സലാം പറഞ്ഞത്, ആർക്കും തർക്കമില്ല. അതേസമയം നബിയെ എന്നെ സഹായിക്കണേ, നബിയെ എന്നെ കാക്കണേ, എന്റെ രോഗം മാറ്റണേ, എനിക്ക് സന്താനത്തെ നൽകണേ, എനിക്ക് ശിഫ നൽകണേ എന്ന ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ വായിക്കേണ്ടതാണ്. അത് ഉണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ളതൊക്കെ ഇസ്തിഗാസ ഇല്ലാത്തതാണ്. പിന്നെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാ, നബിന്റെ മഹത്വമുണ്ട്, ഹദീസിൽ വന്നതാണ്. നബിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു, അതിൽ എഴുതി വെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹദീസിൽ വന്നതാണ്. തർക്കമുള്ളത് അതൊന്നും തർക്കമില്ല ഉസ്താദെ. പിന്നെ തർക്കം എവിടെയാണ്? ഇത് വെച്ച് അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു? അതില്ലാതെ പറഞ്ഞത്. അതിലൊന്നുമല്ല തർക്കം. അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ. ഞാൻ അതിനാണ് പറഞ്ഞത്, ആയിഷ ബീവി 48 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ നബിയോട് തേടിയില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു. ആയിഷ ബീവി പറഞ്ഞില്ല, എനിക്കത് ആവശ്യമില്ല, ഈ പെട്ടിന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ പെട്ടിയില്ല, അത് വരുമാനമായിട്ടില്ല, അവിടെ നേർച്ചയില്ല, അവിടെ ഇസ്തിഗാസയില്ല, ആ ഏർപ്പാടുണ്ടായിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ 2.5 കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി. പല പ്രശ്നങ്ങളുണ്ടായി, അവിടെ പോയി തേടിയിട്ടില്ല. ഉമർ ഖത്താബ് 10 കൊല്ലത്തോളം ഭരണം നടത്തി, അവിടെ പോയി തേടിയിട്ടില്ല. ശേഷം ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഭരണം നടത്തി, അവരാരും തേടിയിട്ടില്ല. 1,13,000 സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും പോയി തേടിയിട്ടില്ല. മാത്രമല്ല അഹ്ലുസുന്ന ഇമാമികൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല.